അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ ഖതമിൽ അംബിയാഇ വൽ മുർസലീൻ. അടുത്തതായി 19ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാദാനി ഖസ്മാനി ഇഖ്തസമൂ ഫീ റബ്ബിഹിം فالذين كفروا قطعت لهم ثياب من نار يصب من فوق رؤوسهم الحميم ഹാദാനി ഖസ്മാനി. ഹാദാനി നമുക്ക് അറിയാലോ. ഹാദാനി ഈ രണ്ടെണ്ണം. ഖസ്മാൻ എന്ന് പറഞ്ഞാൽ കക്ഷികൾ. ഈ രണ്ട് കക്ഷികൾ ഹാദാനി ഖസ്മാനി, ഈ രണ്ട് കക്ഷികൾ ഇഖ്തസമൂ ഫീ റബ്ബിഹിം. ഇഖ്തസമ എന്ന് പറഞ്ഞാൽ തർക്കിക്കുക. നമ്മൾ ജാദല എന്ന് പറഞ്ഞല്ലോ. വമൻ യുജാദിലു ഫീ സബീലില്ലാഹി എന്നായത്ത് മുന്നേ പറഞ്ഞല്ലോ. ഇഖ്തസമൂ ഫീ റബ്ബിഹിം, അവർ അവരുടെ റബ്ബിൻ്റെ വിഷയത്തിൽ എതിർവാദക്കാരാണ്, തർക്കിക്കുന്നവരാണ്, എതിർകക്ഷികളാണ് എന്നൊക്കെയാണ്. അപ്പോൾ എപ്പോഴും അവരൊരു ആൻറ്റി മൈൻഡ് ആയിരിക്കുന്നതാണ്. അങ്ങനെയുള്ള രണ്ട് വിഭാഗങ്ങൾ. അപ്പോൾ ഈ രണ്ട് വിഭാഗം എന്നുള്ളത് അവർ രണ്ടും രണ്ട് എതിർകക്ഷികളാണ്. ഇഖ്തസമൂ ഫീ റബ്ബിഹിം, അവർ അവരുടെ റബ്ബിൻ്റെ കാര്യത്തിൽ എതിർവാദക്കാരായി. ഫല്ലദീന കഫറു ഖുത്തിഅത് ലഹും സിയാബും മിൻ നാരിൻ. ഫല്ലദീന കഫറു, അങ്ങനെ നിഷേധിച്ചവർ. കഫറു കാഫിർ. അപ്പോൾ നിഷേധിച്ചവർ ഖുത്തിഅത് ലഹും. ഖതഅ എന്ന് പറഞ്ഞാൽ മുറിച്ചു. അപ്പോൾ ഖുത്തിഅ മുറിക്കപ്പെട്ടു. ഖുത്തിഅത് ലഹും അവർക്ക് വേണ്ടി മുറിക്കപ്പെട്ടു. അപ്പോൾ അവർക്ക് വേണ്ടി മുറിച്ചു കൊടുക്കുന്നതാണ് എന്നർത്ഥം. അപ്പം നിഷേധികളായ ആളുകൾക്ക് ഫല്ലദീന കഫറു ഖുത്തിഅത് ലഹും, നിഷേധികൾക്ക് വേണ്ടി മുറിച്ചു കൊടുക്കും, ഛേദിച്ചു കൊടുക്കും, കഷ്ണമാക്കി കൊടുക്കും. സിയാബുൻ മിന്നാരിൻ. സിയാബ് എന്ന് പറഞ്ഞാൽ ഗൗണ്. സറാബീൽ, സറാബീൽ. അപ്പോൾ ഗൗണ്, വസ്ത്രം, അതിനൊക്കെയാണ് സിയാബ് എന്ന് പറയാം. സിയാബുൻ മിന്നാരിൻ, നരകത്തിൽ നിന്നുള്ള വസ്ത്രമാണ് അവർക്ക് ഉണ്ടാവുക എന്നർത്ഥം. യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. സ്വബ്ബ എന്ന് പറഞ്ഞാൽ ചൊരിയുക. ചൊരിയുക. യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. അപ്പോൾ അങ്ങനെ അവരുടെ തലയിലേക്ക്, അല്ലേ, ഫൗഖി റൂസിഹിം, അവരുടെ തലയ്ക്കുമീതെ അൽ ഹമീം. ഹമീം എന്ന് പറഞ്ഞാൽ ചുട്ട് പൊള്ളുന്ന വെള്ളം എന്നാണ്. അപ്പോൾ ചുട്ട് തിളക്കുന്ന വെള്ളം, ചുട്ട് പൊള്ളുന്ന വെള്ളം അവർക്ക് മേലെ എന്ത് ചെയ്യുന്ന തളിക്കും, ഒഴിക്കപ്പെടും. അന്ന സ്വബബിനൽ മാ സ്വബ്ബ. സ്വബ്ബ എന്ന് പറഞ്ഞാൽ ചൊരിയുക, കോരിച്ചൊരിയുക. വെള്ളം ചൊരിയുന്നതിനാണ് സ്വബ്ബ എന്ന് പറയുക. സ്വബ്ബ യസുബ്ബു. അപ്പോൾ യുസബ്ബു മിൻ ഫൗഖി റൂസിഹിം. റഅ്സ് എന്ന് പറഞ്ഞാൽ ഒരു തല. റുഊസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജംആൻ, ബഹുവചനമാണ്. അപ്പോൾ മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. അപ്പോൾ അള്ളാഹു ഇവിടെ പറയുന്നത് രണ്ട് വിഭാഗത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് വിഭാഗങ്ങളുണ്ട് തർക്കം നടത്തുന്നവർ. നിരവധി വിഭാഗങ്ങൾ തർക്കം നടത്തുന്നവരുണ്ട്. പക്ഷേ ആ നിരവധി വിഭാഗങ്ങളിൽ അള്ളാഹു രണ്ട് വിഭാഗമായി ഹാദാനി ഖസ്മാനി ഇഖ്തസമൂ ഫീ റബ്ബിഹിം, രണ്ട് വിഭാഗമായി അള്ളാഹു തരംതിരിക്കുകയാണ്. അപ്പോൾ കുഫറിൻ്റെ, ഷിർക്കിൻ്റെ, നിഷേധത്തിൻ്റെ വ്യത്യസ്ത രൂപം കാണിച്ചവരാണ് ഈ രണ്ട് വിഭാഗം എന്നുള്ളത്. അപ്പോൾ ആ രണ്ട് വിഭാഗങ്ങളെ അള്ളാഹു കൃത്യമായി നമുക്ക് വരച്ച് കാണിക്കുകയാണ്. ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിൽ പറഞ്ഞൊരായത്ത് ഇപ്രകാരമാണ്. എന്ത്? സറാബീലുഹും മിൻ ഖതുറാൻ. സറാബീൽ, അവർക്ക് വസ്ത്രമുണ്ടാകും. ലഹും സിയാബുൻ മിന്നാർ, അവർക്ക് നരകത്തിൽ നിന്നുള്ള വസ്ത്രമുണ്ടാകും. സൂറത്തുൽ അറാഫിൽ പറഞ്ഞ പ്രയോഗം ലഹും മിൻ ജഹന്നമ മിഹാദുൻ വമിൻ ഫൗഖിഹിം ഗവാഷ്. അവർക്ക് ജഹന്നമിൽ നിന്നുള്ള മിഹാദ് ഉണ്ട്,
ജഹന്നമിൽ നിന്നുള്ള മിഹാദുണ്ട്. വമിൻ ഫൗഖിഹിം ഗവാഷ്, അപ്പോൾ നരകത്തിൽ താഴെയും മുകളിലുമായി തീജ്വാലകളായിരിക്കും അവർക്ക് ശിക്ഷകളായി ഉണ്ടാവുക എന്നാണ്. അപ്പോൾ ആ ശിക്ഷകളെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. അപ്പോൾ ആ നേരത്ത് സംഭവിക്കുന്നത് സിയാബുൻ മിന്നാരിൻ, നരകത്തിലെ വസ്ത്രം കൊടുക്കുന്നു. അങ്ങനെ തലക്കുമീതയായി എന്ത് ചെയ്യുന്നു? ഒഴിക്കപ്പെടുന്നു. എന്തൊഴിക്കപ്പെടുന്നു? അൽ ഹമീം. ഹമീം എന്ന് പറഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന, ചുട്ട് തിളക്കുന്ന വെള്ളം. ഹമീം മാഉൻ വെള്ളം, അല്ലേ? മാഉൻ വെള്ളം. ഹമീം ചുട്ടുപൊള്ളുന്ന വെള്ളം, തിളക്കുന്ന വെള്ളം. അപ്പോൾ ഈ ഹമീമാണ് തലയിലേക്ക് ഒഴിക്കപ്പെടുക. അപ്പോൾ ഹമീം തലയിലേക്ക് ഒഴിച്ചാൽ എന്താ സംഭവിക്കുക? ആകെ ഉരുകും. ഹമീം തലയിലോട്ട് ഒഴിച്ചാൽ എന്താ സംഭവിക്കുക? തലയോട്ടി കത്തിപ്പോകും. ഹമീം തലയിലേക്ക് ഒഴിച്ചാൽ എന്താ കംപ്ലീറ്റ് കരിഞ്ഞു പോകും. ഖുർആൻ അടുത്ത ആയത്തിൽ അത് വിശദീകരിക്കുകയും ചെയ്യുകയാണ്. യുസ്ഹറു ബിഹി മാഫി ബുതൂനിഹിം വൽ ജുലൂദ് എന്നാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സറാബീലുഹും മിൻ ഖത്റാൻ, അല്ലേ? താറുകളെ കൊണ്ടുള്ള ഉടുപ്പാണ് അവർക്കുണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉടുപ്പ് നരകം കൊണ്ടുള്ള സിയാബുൻ മിന്നാരിൻ സറാബീലുഹും മിൻ ഖത്റാനിൻ. അപ്പോൾ താറ് കൊണ്ടുള്ള അല്ല നരകം കൊണ്ടുള്ള അല്ലെങ്കിൽ തീ കൊണ്ടുള്ള വസ്ത്രമുണ്ടാകുമ്പോൾ, ഒരു വസ്ത്രം ധരിച്ചാൽ എന്താ സംഭവിക്കുക? തീ കൊണ്ടുള്ള ഡ്രസ്സ് ധരിച്ചാൽ എന്താ സംഭവിക്കുക? ശരീരം ഉരുകും. ആ കൂട്ടത്തിൽ എന്തുകൂടി സംഭവിക്കുന്നു? തലയിലേക്ക് വെള്ളം കൂടി ഒഴിക്കുകയാണ്. അപ്പോൾ മുഖം ചുട്ടുപൊള്ളുന്നു, തലയിലൂടെ വെള്ളമൊഴിക്കുന്നു, ശരീരം പൊള്ളുന്നു, എല്ലാം കൂടി അനുഭവിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? യുസ്ഹറു ബിഹി മാഫി ബുതൂനിഹിം വൽ ജുലൂദ്. സ്വാഭാവികമാണ്, അങ്ങനെ ശരീര ചർമ്മങ്ങൾ ഉരുകിപ്പോകുന്ന രൂപത്തിലാണ് വസ്ത്രമുണ്ടാവുക. അവയവങ്ങളുമായി സ്കിന്നുമായി ഒട്ടി നിൽക്കുന്ന വസ്ത്രമാണല്ലോ. അപ്പോൾ യുസ്ഹറു, അപ്പം എന്ത് ചെയ്യും? ഉരുക്കപ്പെടും. സ്വഹറ എന്ന് പറഞ്ഞാൽ ഉരുക്കുക. യുസ്ഹറു സ്വഹറ യുസ്ഹറു ഉരുക്കപ്പെടും. ബിഹി അതിനെ കൊണ്ട് ഉരുക്കപ്പെടും. ഈ വസ്ത്രവും സിയാബുൻ മിന്നാരും അതേപോലെ തന്നെ യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, ആ തീജ്വാലയും അതേപോലെ ചുട്ടുപൊള്ളുന്ന വെള്ളം തലയിലേക്ക് ഒഴിക്കലും ഒക്കെയാകുമ്പോൾ യുസ്ഹറു ഉരുക്കപ്പെടും എന്നാണ്. എങ്ങനെ ഉരുക്കപ്പെടുക? ബിഹി അതിനെ കൊണ്ട്, മാഫി ബുതൂനിഹിം വൽ ജുലൂദ് വയറുകളിലുള്ളതും. ബത്തുന് വയറ്, അതിൻ്റെ ജംആണ്, ബഹുവചനമാണ് ബുതൂൻ. ബുതൂനി ഹിം അവരുടെ വയറിലുള്ളതും വൽ ജുലൂദ് സ്കിന്നും, ചർമ്മം. ജിൽദ് എന്ന് പറഞ്ഞാൽ സ്കിന്ന്, ചർമ്മം. ജുലൂദ് അതിൻ്റെ ജംആൻ, ബഹുവചനമാണ്. അപ്പോൾ ചർമ്മങ്ങളും വയറുകളിലുള്ളതുമൊക്കെ ഉരുക്കപ്പെടുകയും ചെയ്യുമെന്നാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു ആയത്ത് ഹാദാനി ഖസ്മാനി ഇഖ്തസമു ഫി റബ്ബിഹിം ഫല്ലദീന കഫറു ഖുത്അത് ലഹും സിയാബും മിൻ നാരിൻ യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. ആ ആയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം, ഇഫ്ലായിട്ടുണ്ടാവും. യുസ്ഹറു ബിഹി മാഫി ബുതൂനിഹിം വൽ ജുലൂദ് ഹാദാനി ഖസ്മാനി ഇഖ്തസമു ഫി റബ്ബിഹിം ഫല്ലദീന കഫറു ഖുത്അത് ലഹും സിയാബും മിൻ നാരിൻ യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം യുസ്ഹറു ബിഹി മാഫി ബുതൂനിഹിം വൽ ജുലൂദ്.